ഇത് അമേരിക്കയിലെ ഡാളസ് ഗാർലൻഡ് സിറ്റിയിലെ സെൻറ്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളി. 983 ജനുവരി 27 സ്ഥാപിതമായ പള്ളിയാണ്. മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഡാളസിലെ 975 തുടങ്ങിയ ആദ്യത്തെ പള്ളി സെൻറ്റ് മേരീസ് മലങ്കര ഓർത്തഡോക്സ് പള്ളിയാണ്. അന്ന് വാടക കെട്ടിടത്തിലാണ് ആ പള്ളി പ്രവർത്തിച്ചിരുന്നത്. 50-ൽ പരം കുടുംബങ്ങളാണ് ആ പള്ളിയിലുണ്ടായിരുന്നത്. അതിൽ നിന്ന് കുറച്ച് കുടുംബങ്ങൾ അവരുടെ സൗകര്യാർത്ഥം തുടങ്ങിയതാണ് ഈ സെൻറ്റ് ഗ്രിഗോറിയസ് പള്ളി. ഈ പള്ളിയും ആദ്യം 7 വർഷത്തോളം വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. അവിടുന്ന് 990-ൽ സ്വന്തം സ്ഥലം വാങ്ങി പള്ളി പണിത് കൂദാശ ചെയ്തു. അമേരിക്കയിലെ തന്നെ ആദ്യത്തെ സ്വന്തം സ്ഥലത്തെ പള്ളിയാണിത്. അതായത് സ്വന്തമായി സ്ഥലം വാങ്ങി പണിത ദേവാലയം. മറ്റുള്ള ഒട്ടുമിക്ക ദേവാലയങ്ങളും നിലവിലുണ്ടായിരുന്ന മറ്റ് സഭകളുടെ പള്ളി വാങ്ങി പുനരുദ്ധാരണം നടത്തി കൂദാശ ചെയ്ത പള്ളികളാണ്. അതുകൊണ്ടാണ് ഈ പള്ളി അമേരിക്കയിലെ മലങ്കര സഭയുടെ ആദ്യത്തെ പള്ളി എന്ന് പറയുന്നത്. കാലം ചെയ്ത മദ്രാസ് ഭദ്രാസന മെത്രാപ്പോലീത്ത സക്കറിയാസ് മാർ ദിവന്യാസുസ് തിരുമേനിയാണ് ഈ പള്ളിക്ക് തറക്കല്ലിട്ടത്. പള്ളി പണി പൂർത്തിയായി കൂദാശ ചെയ്തത് 990 നവംബർ 11 അന്നത്തെ കൽക്കട്ട ഭദ്രാസന മെത്രാപ്പോലീത്തയായിരുന്ന സ്തേവാനോസ് മാർ തെവോദോസിയോസ് തിരുമേനിയുമാണ്. ആദ്യം കൂദാശ ചെയ്യുമ്പോൾ 24 പേർ മാത്രമാണ് ഈ പള്ളിയിലുണ്ടായിരുന്നത്. ആദ്യത്തെ വികാരി കോശി പി ജോണച്ചനായിരുന്നു. വിശുദ്ധ കുർബാന ഉൾപ്പെടെ എല്ലാ ശുശ്രൂഷകളും കൂദാശകളും മാത്രമല്ല, സൺഡേ സ്കൂൾ, യുവജന പ്രസ്ഥാനം, മർത്തമറിയം സമാജം ഉൾപ്പെടെയുള്ള എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യം 2 തവണയിൽ ആരംഭിച്ച് ഇപ്പോൾ 4 തവണയുള്ള ഒരു ദേവാലയമാണിത്. 140 സിറ്റിംഗ് കപ്പാസിറ്റി മാത്രമുള്ള പള്ളിയുടെ സ്ഥലപരിമിതി മൂലമാണ് പുതിയ പള്ളിയുടെ പണി ആരംഭിച്ചത്. പരിശുദ്ധ പരമല തിരുമേനിയുടെ തിരുശേഷിപ്പും പള്ളിക്കുള്ളിൽ വിശുദ്ധ മദ്ബാഹയോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, കോപ്റ്റിക് ഓർത്തഡോക്സ് ബിഷപ്പ് നൽകിയ കർത്താവിനെ ക്രൂശിൽ തറച്ച കുരിശിൻ്റെ ഒരംശവും ഇവിടെ പരിശുദ്ധ മദ്ബഹയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ പള്ളിക്ക് സ്വന്തമായി മൊത്തം 8 ഏക്കർ സ്ഥലമുണ്ട്. ഇപ്പോഴുള്ള പള്ളിയുടെ പിൻവശത്തായി 600 പേർക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യത്തോടു കൂടിയാണ് പുതിയ പള്ളി നിർമ്മിക്കുന്നത്. ഏകദേശം $5 മില്യൺ പള്ളിയുടെ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. കെട്ടിട നിർമ്മാണ രംഗത്ത് പരിചയസമ്പത്തുള്ള എബനേസർ ബിൽഡേഴ്സാണ് ഈ പുതിയ പള്ളിയുടെ നിർമ്മാണം നടത്തുന്നത്. പുതിയ പള്ളിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചത് മുൻ ഭദ്രാസന മെത്രാപ്പോലിത്തയായിരുന്ന, അതായത് സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയായിരുന്ന അലക്സിയോസ് മാർ യൗസേബിയസ് തിരുമേനിയായിരുന്നു. കോവിഡ് കാലമായതിനാൽ പള്ളിപ്പണി നിർത്തിവെച്ചിരുന്നത് ഈ വർഷം പുനരാരംഭിച്ചു. ഇപ്പോൾ ഫൗണ്ടേഷൻ പൂർത്തിയായി. പണികൾ ദ്രുതഗതിയിലാണ് നടന്നു വരുന്നത്. ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് MGM ഓഡിറ്റോറിയം ഉള്ളത്. 1000 പേർക്ക് ഇരിക്കാവുന്ന ഈ ഓഡിറ്റോറിയം 995-ലാണ് നിർമ്മിച്ചത്. പള്ളിയുടെ പ്രോഗ്രാമുകൾ മാത്രമല്ല, പുറത്തു നിന്നുള്ള പൊതുപരിപാടികൾക്കും ഈ ഓഡിറ്റോറിയം വാടകയ്ക്ക് കൊടുക്കും. പള്ളിക്കും സഭയ്ക്കും ഇതൊരു മുതൽക്കൂട്ടാണ്. പുതിയ പള്ളി പണി പൂർത്തിയാകുമ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അമേരിക്കയിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നായി മാറും.